ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ 3 മാസമായി ഞാൻ നാട്ടിൽ പോയിട്ട്. അപ്പോൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാമെന്ന്. കുറേ ദിവസമായി പോകണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ മഴയെല്ലാം ആയിട്ട് അങ്ങനെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഇന്ന് കുറച്ച് മഴ കുറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തായാലും രാവിലെ തന്നെ ഇളകിയിട്ടുണ്ട്. 9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പോൾ ഒരു 11 മണിയെല്ലാം ആകുമ്പോൾ നമ്മൾ വള്ളിക്കടവ് ഷാപ്പിലെത്തി. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കല്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഞാൻ കപ്പ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കപ്പ ബിരിയാണിയും പൊറോട്ടയും ബീഫാണ് ഓർഡർ ചെയ്തത്. എന്തായാലും അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ എടുത്തത്. കപ്പ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് പക്ഷെ ഫുള്ള് കഴിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി ഞാൻ ഷൈജുവിനെ എങ്ങനെയല്ലോ സോപ്പിടിച്ചിട്ട് കുറച്ച് ഓനും കൊടുത്ത്. ഓരോ പ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഓരോ സംഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് എടുത്തത്. സംഭവം എല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ വീട്ടിൽ പോകുന്ന കാര്യം നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതൊന്നുമല്ല, പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഇളകിയതാണ്. അതുകൊണ്ട് വീട്ടിലറിയില്ല നമ്മൾ വരുന്ന കാര്യം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല വരുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആടുന്ന് ഓടി പകുതിയിലെത്തുമ്പോൾ നല്ല മഴ. അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിരുന്നു. അങ്ങനെ ലച്ചുവിന് കുറച്ച് മുട്ടായെല്ലാം വാങ്ങി കൊടുക്കുമ്പോൾ മഴ തോർന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ഡ്രൈവിങ് തുടങ്ങി. അപ്പം നാട്ടിലെത്താനാവുമ്പോൾ കുറച്ച് മഴ കുറവായതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കോട്ടെല്ലാം ഊരിയെടുത്ത്. മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ലച്ചു ഉള്ളതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓള് നല്ലോണം സഹകരിച്ചുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നമ്മളെത്തി. ആളും തിരക്കെല്ലാം ഇല്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കോട്ടെല്ലാം ഊരി എല്ലാം സഞ്ചിയിലെല്ലാം ആക്കിയിട്ട് ഇനി ഓടാമെന്ന് വിചാരിച്ചു. മഴയില്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ മടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ പോകുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഭയങ്കര മടുപ്പൊന്നുമില്ല. ഭയങ്കര വണ്ടിത്തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനപരമായിട്ട് പോകാൻ പറ്റും. ലച്ചുവിന് കുറേ സമയം ഇരുന്ന് തളർന്നതുകൊണ്ട് ലച്ചുട്ടി ആടുന്ന് ഓടിക്കളിക്കലെല്ലാം തുടങ്ങി. അതുകൊണ്ട് പറഞ്ഞ് മഴ വരുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് വീട്ടിലെത്താമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓട്ടം തുടങ്ങി. ഏകദേശം 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. അങ്ങനെ നമ്മൾ അടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അടൂർ വന്ന് നോക്കുമ്പോൾ തീരെ മഴ പെയ്യാത്ത പോലെയുണ്ട്. റോഡെല്ലാം നല്ല ഉണങ്ങിയതായിട്ട് മഴ പെയ്യാത്ത പോലെയുണ്ട്. എത്ര ഓടിയാലും ക്ഷീണിച്ചാലും നമ്മൾ അടൂരെത്തുമ്പോൾ ഒരു സമാധാനമാണ്. എത്തിയല്ലോ നാടെല്ലാം കാണുമ്പോൾ. ഇതുവരെ ഓടിയതൊന്നും ഒരു ക്ഷീണമായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് വീട്ടിലേക്കുള്ള ബേക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങി. ആദ്യം വീണ്ടും ഓട്ടം തന്നെ. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ വരുന്നത്. അമ്മയും ഏട്ടനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാളും സ്റ്റക്കായിപ്പോയി നമ്മളെ കണ്ടിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അതിഥി കൂടിയുണ്ട്. നമ്മളെ റോബിക്ക് 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. സംഭവം എന്തായാലും ഇന്ന് വന്നത് നന്നായി. കാരണം കുറേ കുമൽ കിട്ടിയിട്ടുണ്ട്. കുമൽ എന്നാ പറയുക, നമ്മളെ കൂണ്. അപ്പോൾ അമ്മായി എനിക്ക് കൂണ് കൊണ്ടു തന്നിട്ടുണ്ട് ഒരു സഞ്ചിയിൽ നിറയെ. ഞാൻ പറയലാന്ന് ഭാഗ്യം വേണം, ഭാഗ്യമുള്ളവർ വന്നാൽ കൂണും സംഭവങ്ങളെല്ലാം കിട്ടുമെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഷൈനെ പറഞ്ഞ് കളിയാക്കലാണ്. നമ്മളെത്തി ചോറും കഴിച്ച് കഴിയുമ്പോൾ നല്ലോണം മഴ പെയ്ത്. ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് മഴയും കണ്ടുകൊണ്ട് ലൈസെല്ലാം തിന്നിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. നമ്മൾ വരുമ്പോൾ ഏട്ടത്തിയും കുഞ്ഞൊന്നുമില്ല. അവരെല്ലാം അവരെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തിയതുകൊണ്ട് അവരെന്തായാലും വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ച് കഴിയുമ്പോൾ ഏട്ടത്തിയും കുഞ്ഞെല്ലാം വന്നു. ആ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഒരു ആശ്വാസമായത്. അതുവരെ തലേൻ്റെ ഉള്ളിൽ ഒരു ആട്ടം തന്നെയായിരുന്നു. ഞാൻ വന്ന സന്തോഷത്തിൽ എൻ്റെ ഇച്ചുവിന് എല്ലാം ഞാൻ തന്നെ കൊടുക്കണം, ഞാൻ തന്നെ കുളിപ്പിക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നായി കാര്യങ്ങൾ. അച്ഛനെ അമ്മേനെ ഒക്കെ വേണ്ടാണ്ടായി. അങ്ങനെ എല്ലാവരും കൂടി ചായയെല്ലാം കുടിച്ച് പിന്നെ ഓരോ കഥകൾ പറയലായി. ഈ കഥയെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ചർച്ചയാണ്, സിനിമേൻ്റെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ വർത്താനെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ പണിക്ക് പോകേണ്ടവരെല്ലാം പണിക്ക് പോയി. നമ്മൾ മാത്രം വീട്ടിലായി. അച്ചാച്ചന് 2 സുന്ദരികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അച്ചാച്ചന് ഒരുക്കുന്നതിൽ ഭയങ്കര മിടുക്കനാണെന്ന് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. 2 ആളെ നല്ല അടിപൊളി സുന്ദരി കുട്ടികളാക്കി വിട്ടിട്ടുണ്ട് അച്ചാച്ചൻ. അച്ഛൻ പണ്ട് നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവരെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിയുമ്പോൾ ഏട്ടൻ്റെ അടിപൊളി ചിക്കൻ കറി ഇവിടെ സെറ്റാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ ചിക്കൻ കറി വെച്ചാൽ സൂപ്പറാണ് എന്നെല്ലാം പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട്
ഏട്ടനെ കൊണ്ട് ചിക്കൻ കറി വെപ്പിച്ച്. അല്ലാണ്ട് എനിക്ക് മടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, ഏട്ടൻ വെച്ചാൽ സൂപ്പറാണ്. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ കറിയും മീൻ കറിയും പിന്നെ ബീട്രൂട്ട് തോരനെല്ലാം കൂട്ടി നമ്മൾ ചോറിൽ നിന്ന് ഇതാ ഷൈജ് പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് ഷൈൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.